الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. സത്രുൽ ഔറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ നൽകട്ടെ. ഔറത്തിൽ നിന്ന് ഒരവയവത്തിൻ്റെ 4/1 വെളിപ്പെട്ടാൽ നിസ്കാരം സ്വഹിയാകൂല. 1/4 കുറവാണെങ്കിൽ, 1/4 ഭാഗത്തേക്കാൾ കുറവാണെങ്കിൽ നിസ്കാരം സ്വഹിയാകുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഒരവയവത്തിൻ്റെ കാര്യമായി പറയുന്നത്. ഇനി വലു തഫറഖൽ ഇൻകിശാഫു അല അഅളാഇ മിനൽ ഔറത്തി വകാന ജുംലതു മാ തഫറഖ യബ്ലുഗു റുബുഅ അസ്ഗരിൽ അഅളാഇൽ മുൻകശിഫതി മനഅ വഇല്ലാ ഫലാ. ഇനി ഒരവയവത്തിനല്ല വെളിപ്പെട്ടത്, പല അവയവങ്ങൾ, ഔറത്തായിട്ടുള്ള പല അവയവങ്ങളിൽ നിന്ന് പല സ്ഥലങ്ങൾ എന്ത് ചെയ്തു? വെളിപ്പെട്ടു. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. വലു തഫറഖൽ ഇൻകിശാഫു അല അഅളാഇൽ മിനൽ ഔറത്തി, ഔറത്തിൽ നിന്ന് പല അവയവങ്ങളിലാണ് ഔറത്ത് വെളിപ്പെട്ടതെങ്കിൽ, വകാന ജുംലത്തു മാ തഫറഖ, ഈ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ള മൊത്തം വെളിപ്പെട്ട സ്ഥലം യബ്ലുഗു റുബുഅ അസ്ഗരിൽ അഅളാഇൽ മുൻകശിഫത്തി, ഔറത്ത് വെളിവായി കിടക്കുന്ന അവയവങ്ങളിൽ ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ 4/1 എത്തുകയും ചെയ്യുമെങ്കിൽ നിസ്കാരം സ്വഹിയാവില്ല. അതായത് ഇപ്പോൾ ഒരു പെണ്ണിനെ ഔറത്തെടുക്കുക, കയ്യുമെന്ന് വെളിവായിട്ടുണ്ട്, കാലുമെന്ന് വെളിവായിട്ടുണ്ട്, തലേന്ന് വെളിവായിട്ടുണ്ട്. ഈ 3 അവയവം കൂടെ നോക്കിയിട്ട് 4/1 വെളിപ്പെട്ടാൽ എന്താവും? നിസ്കാരം ബാത്തിലാകും. പക്ഷേ ഈ 3 അവയവത്തിൽ നിന്ന് നോക്കേണ്ടത് ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ 4/1 ഭാഗം വെളിപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ 4/1 ഭാഗം എല്ലാം കൂടെ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. എല്ലാം കൂടെ കൂടിയിട്ട് ഒരു ചെറിയ അവയവത്തിൻ്റെ 4/1 ഭാഗം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം സ്വഹിയാവൂല. അത് സമയം ദീർഘമായിട്ടുണ്ടെങ്കിൽ കേട്ടോ, കുറഞ്ഞ സമയമാണെങ്കിൽ കുഴപ്പമില്ല. വലു തഫറഖൽ ഇൻകിശാഫു, വലു തഫറഖൽ ഇൻകിശാഫു, അൽ ഇൻകിശാഫു, ഇൻകിശാഫ് എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാകുന്നത് പല സ്ഥലത്തായാൽ, അഥവാ തഫറഖ അല അഅളാഇ മിനൽ ഔറ, ഔറത്തിൽ നിന്നുള്ള ഔറത്തായിട്ടുള്ള പല അവയവങ്ങളിൽ പല സ്ഥലത്താണെങ്കിൽ, അത് തഫറഖാന വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഔറത്ത് വെളിവായതെങ്കിൽ, വലു തഫറഖൽ ഇൻകിശാഫു വ്യത്യസ്തമായ സ്ഥലത്താണ് വെളിപ്പെട്ടതെങ്കിൽ, അല അഅളാഇ മിനൽ ഔറത്തി ഔറത്തിൻ്റെ പല അവയവങ്ങളിൽ നിന്ന്, വകാന ജുംലത്തു മാ തഫറഖ വ്യത്യസ്തമായ സ്ഥലങ്ങളെല്ലാം കൂടെ ആയി, അത് അതിൻ്റെ എല്ലാം കൂടെ ജുംലത്ത് മൊത്തം വ്യത്യസ്തമായ സ്ഥലങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള മൊത്തം യബ്ലുഗു അത് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ റുബുഅ അസ്ഗരിൽ അഅളാഇൽ മുൻകശിഫ ഔറത്ത് വെളിവായ അവയവങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ അവയവത്തിൻ്റെ 4/1 ഭാഗത്തേക്ക് അത് എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിസ്കാരം സ്വഹിയാവൂല. ഓ ഇല്ല, അത്ര അല്ലെങ്കിലോ, അല്ലെങ്കിൽ സമയം ദീർഘമായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ സ്വഹിഹത്തിനെ തടയുന്നതല്ല എന്നുള്ള റൂറത്തുണ്ട്. ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം പോലും വെളിവായാലും എന്താ നിസ്കാരം സ്വഹിയാവൂല എന്നാണ്. പക്ഷേ കാറ്റൊക്കെ അടിച്ചിട്ടൊന്ന് വെളിവായി പെട്ടെന്ന് അങ്ങോട്ട് മടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാറ്റടിച്ച് ഔറത്ത് വെളിപ്പെട്ടു, ഉടനെ തന്നെ ആയിട്ട് മറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ മദ്ഹബിൽ അതുമില്ല. 4/1 കുറവാണ് ഔറത്ത് വെളിവായതെങ്കിൽ നിസ്കാരം സഹിയാവുന്നതിന് തടസ്സമില്ല എന്നാണ്.
അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ കാല് നേരത്തെ നമ്മളൊരളവ് പറഞ്ഞിട്ടുണ്ട് കാലിൻ്റെ വിഷയത്തിൽ. കാൽപാദം തന്നെ ഔറത്തല്ല എന്നുള്ളത് ഹനഫി മദ്ഹബിൽ. മുഖവും സ്വതന്ത്ര സ്ത്രീയുടെ ശരീരം മുഴുവൻ ഔറത്താണ്, മുഖവും മുങ്കയും 2 കാൽപാദം ഒഴികെയെന്ന് വിഷയം. അപ്പോൾ ഔറത്തിൽ തന്നെ മൊത്തത്തിൽ അളവുണ്ട്. ഞാൻ ഔറത്തിൽ നിന്ന് തന്നെ ഒരല്പ ഭാഗമൊന്നും വെളിവായിട്ട് കുഴപ്പവും ഇല്ല. അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ മുട്ടുപൊക്കിൻ്റെ ഇടയിൽ നിസ്കരിക്കുക അറിയുമ്പോൾ പൊക്കിളിനേക്കാളൊക്കെ വസ്ത്രമൊക്കെ ഒന്ന് താഴ്ന്നു പോകല്ലോ ചില ആളുകളതൊക്കെ. സ്വാഭാവികമായിട്ട് തുണിയൊക്കെ എടുക്കുക അല്ലെങ്കിൽ പാൻറ്റൊക്കെ എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, പൊക്കിളിനെ താഴെയൊക്കെ പോവും. അപ്പോൾ ചെറിയ രീതിയിലൊന്നും പോകുന്നതുകൊണ്ടെന്നില്ല, കുഴപ്പമില്ല എന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇനി ഖിബിലക്ക് മുന്നിടുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. വലൗ അജസൻ ഇസ്തിഖ്ബാലിൽ ഖിബിലത്തി ലിമറദിൻ ഔ അജ്സിൻ അനിൻ നുസൂലി അൻ ദാബത്തിഹി ഔ ഖാഫ അദുവൻ ഫഖിബലത്തുഹു ജിഹത്തു ഖുദ്റത്തിഹി വ അംനിഹി. ഇതൊക്കെയാണ് പറയുന്നത്. ഖിബിലക്ക് മുന്നിടൽ നമ്മൾ ഷർത്താന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഖിബിലക്ക് മുന്നിടാൻ സാധിക്കാതെ വന്നാൽ എന്തുകൊണ്ടൊക്കെയാണ് സാധിക്കാതെ വന്നത്? ഒന്ന് ശാരീരികമായ പ്രശ്നം, ലിമറദിൻ രോഗമാണ്, രോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഔ അജ്സിൻ അനിൻ നുസൂലിൻ താപത്തി, അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പ്രയാസമുണ്ട്, വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പ്രയാസമുണ്ട്, അജ്സ് ഉണ്ട്, വാഹനത്തിൽ ഇറങ്ങാൻ പറ്റുന്നില്ല, അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭയങ്കര പ്രായമുള്ള മനുഷ്യനാണ്, പ്രായമുണ്ട്, ഇറങ്ങാൻ പറ്റൂല. വിമാനത്തിലൊക്കെയാണ് ഇറങ്ങാൻ പറ്റൂലല്ലോ, ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇറങ്ങിയ പ്രശ്നമാണ്. ഇറങ്ങാൻ സാധിക്കുന്നില്ല. വയസ്സായതുകൊണ്ട് മാത്രമല്ല, അതിങ്ങനെ ട്രെയിനാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് വേണ്ടി നിർത്തി തരുമൊന്നുമില്ലല്ലോ. ഔ ഖാഫ അദുവൻ, അല്ലെങ്കിൽ ശത്രുവിനെ ഭയപ്പെട്ടു. ഇറങ്ങിയാൽ ശത്രുക്കളെ ഭയമുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ ആക്രമിക്കുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ അതിന് പൈസ കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ ലഗേജ് കട്ടുകൊണ്ടുപോകുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഒക്കെ അവൻ നിസ്കരിക്കേണ്ടത് ഖിബ്ലത്തുഹു ജിഹത്തു ഖുദ്റത്തിഹി, അവൻ്റെ ഖിബ്ല എന്ന് പറയുന്നത് കഅബല്ല, അവൻ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനാണോ സാധ്യമാകുന്നത് ആ ഭാഗമാണ്, ഖുദ്റത്തിൻ്റെ ജിഹത്താണ്. അതായത് അംനിഹി, ഏത് ഭാഗത്ത് നിസ്കരിച്ചാലാണോ അവന് സംരക്ഷണം കിട്ടുക, നിർഭയത്വം കിട്ടുക, ആ ഭാഗമാണ്. ഓക്കെ. വമനിസ്തബഹത്ത് അലൈഹിൽ ഖിബ്ലത്തു, അവൻ്റെ ഖുദ്റത്തിൻ്റെയും അവന് എന്തെങ്കിലും ഭയപ്പെട്ടാന്നല്ലേ, ശത്രുവിനെ ഭയപ്പെട്ടാലെന്ന് പറഞ്ഞില്ലേ, ശത്രുവിനെ ഭയപ്പെട്ടു. അതിനെ നമ്മൾ ശത്രുവിനെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ശത്രുവിനെ ഭയപ്പെട്ടതുകൊണ്ട് ഖിബിലയിലേക്ക് തിരിയാൻ അവന് മാർഗമല്ല. അങ്ങനെയാകും അമ്ന്, ഭയപ്പെടാത്ത ഭാഗത്തേക്ക് നിസ്കരിക്കുക. ശത്രു ഖിബിലയിലേക്ക് തിരിയുകയാണെങ്കിൽ ശത്രുക്കൾ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു കരുതുക, ശത്രുക്കൾ പിന്നിൽ നിന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, ആ ഭയമുണ്ട്. അതേസമയത്ത് ശത്രുക്കളുടെ ഭാഗത്തേക്ക് നിസ്കരിക്കുകയാണെങ്കിലോ അവന് ആ ഭയമില്ലാണോ? അങ്ങനെ ആകുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്തേക്ക് നിസ്കരിക്കല്ലേ നല്ലത്, അതല്ലേ അവന് സുരക്ഷിതത്വം. അവന് സുരക്ഷ കിട്ടുന്ന ഭാഗത്തേക്കും അവന് സാധ്യമാകുന്ന ഭാഗത്തേക്കും നിസ്കരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഖിബില. ഇനി ഖിബില എവിടെയാണെന്ന് മനസ്സിലാകാത്തൊരു വ്യക്തിയുടെ മസലയാണ്. വമൻ ഇസ്തബഹത്ത് അലൈഹിൽ ഖിബില, ഖിബില ഏത് ദിശയിലാണ് എന്ന് ഒരാൾക്ക് തിരിച്ചറിയാതെ വന്നു. ഇസ്തബഹ, ഒരേമാതിരി അങ്ങോട്ടും ആകാം ഇങ്ങോട്ടും ആകാം, ശബഹുണ്ട്, തുല്യത വന്നു, തിരിച്ചറിയാതെ വന്നു. വലം യക്കുൻ ഇൻദഹു മുഖ്ബിറുൻ, ആ സ്ഥലത്തെ ഖിബില ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവിടെ ഇല്ലതാണ്. വലം യക്കുൻ ഹുനാക്ക ഇൻദഹു, അവൻ്റെ അടുത്തില്ല. മുഖ്ബിറുൻ, ഖിബിലയുടെ ദിശ പറഞ്ഞു തരുന്ന ആളില്ലാണ്, അറിവുള്ള ആളില്ല. ഇപ്പം ഉണ്ടല്ലോ ഗൂഗിളൊക്കെ ഉണ്ടല്ലേ, ഗൂഗിളൊക്കെ ഉണ്ടല്ലേ ദിശ പറഞ്ഞു തരുന്ന ആള്.
പിന്നെ മൊബൈലിലുണ്ടല്ലോ. പണ്ട് ഔ വല മെഹ്റാബ, അവിടെ മെഹ്റാബും ഇല്ല. മെഹ്റാബ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നാട്ടുകാരൊക്കെ ആ ഭാഗത്ത് സംസ്കരിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ജവാബ് തഹറാവൻ ഗവേഷണം ചെയ്യണം, ഇജ്തിഹാദ് ചെയ്യണം. എന്ന് വെച്ചാൽ ഏത് ഭാഗത്തേക്കായിരിക്കും ഖിബ്ല എന്ന് കണ്ടെത്താൻ വേണ്ടി സാധ്യമാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം, അവനൊരു ഗവേഷണം നടത്തണം. അതായത് വേറെ ആൾക്കാർ പറഞ്ഞ് ആരും പറഞ്ഞു തരാനില്ലല്ലോ, അപ്പം ഗവേഷണം ചെയ്യാം. എന്നിട്ട് നിസ്കരിക്കുക എന്നർത്ഥം. അങ്ങനെ നിസ്കരിച്ചാൽ വലായ ആദത്ത അലൈഹി, അവൻ മടക്കി നിസ്കരിക്കേണ്ടതില്ല. ലോ അഹ്ത ആ, അവന് പഴിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഖിബ്ലയുടെ ദിശയൊക്കെ പഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലായാലും അവൻ ആ നിസ്കാരം മടക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഉഖബത്ത് ബിൻ ആമിർ ബിൻ ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു നല്ല കൂരിട്ടുള്ള രാത്രിയിൽ ഞങ്ങൾ നബി തങ്ങളുടെ കൂടെയായിരുന്നു. എങ്ങോട്ടാണ് നിസ്കരിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. ഓരോരുത്തരും അവരങ്ങോട്ട് കിട്ടിയ ഭാഗത്തേക്കാണ് നിസ്കരിച്ചു. നേരം വെളുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത്, ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹിൻ്റെ പൊരുത്തം ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഖിബ്ലൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ ഈ മടക്കൽ നിർബന്ധമില്ല എന്ന് പറയുന്നത്. ഔറത്തിൻ്റെ വിഷയത്തിലിപ്പോൾ ഔറത്തിൻ്റെ വിഷയത്തിലിപ്പോൾ നജസില്ല എന്ന് കരുതി നിസ്കരിച്ചാൽ നജസുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ എന്താവണം, മടക്കണം അല്ലേ? ഖിബ്ലൻ്റെ കാര്യം അങ്ങനെയല്ല, അത് കുറച്ച് പ്രയാസമാണ്. വഇൻ അലിമ ബി ഖത്ഇഹി ഫി സ്വലാത്തിഹി ഇസ്തദാറ വബനാ എന്നാണ് അടുത്ത പാഠം, അടുത്ത വിഷയം. ഇജ്തിഹാദ് എഴുതി നിസ്കരിച്ചു, നിസ്കാരത്തിനിടയിൽ തെറ്റ് മനസ്സിലായാൽ വൈൻ അലിമ ബി ഖത്ഇഹി, അവൻ്റെ ഇജ്തിഹാദ് പഴച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിലായി, അല്ലെങ്കിൽ ഇജ്തിഹാദിൽ മാറ്റം വന്നാൽ ഫീ സ്വലാ, നിസ്കാരത്തിനിടയിലാണെങ്കിൽ ഇസ്തദാറ, അവൻ ഖിബ്ലയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കറങ്ങണം. വബന, എന്നിട്ട് എന്ത് ചെയ്യണം, നിസ്കാരത്തെ തുടരുകയും ചെയ്യണം. ഖുബ പള്ളിയിലുള്ള ആളുകളൊക്കെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ചിരുന്നല്ലോ മദീനയിലുള്ള ആദ്യ കാലഘട്ടത്തിൽ. നിസ്കാരത്തിൻ്റെ ഇടയിലാണ് അള്ളാഹിൻ്റെ റസൂല് ആയത്തിറങ്ങിയ വിവരം അവർ കേൾക്കുന്നത്. ഒരായത്ത് ഓടി വന്നിട്ട് എന്തായി, ഒരാൾ ഓതി നിസ്കരിക്കുമ്പോഴാണ് കേൾക്കുന്നത്. ആ കേട്ട പാഠം എന്ത് ചെയ്തു അവർ, നസ്ഖ് എന്നതിന് പറയാം. ഒരു ഹുക്കുമ് നസ്ഖ് ചെയ്യുന്നതിന്, നസ്ഖ് ചെയ്യാന്നതിന് പറയാം, ദുർബലപ്പെടുത്തുന്നതിന്. അവരങ്ങനെ അടുത്ത് തിരിഞ്ഞു കാബൻ്റെ ഭാഗത്തേക്കാണ്. അവരെ മനസ്സിന് കാബേ ഉള്ളൂ. പിന്നെ നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരെ അംഗീകരിച്ച് നിസ്കരിക്കുമായിരുന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക്. വൈൻ ശറഅ ബിലാ തഹറിൻ ഫഅലിമ ബഅദ ഫറാഖി അന്നഹു അസ്വാബ സഹത്ത്. ഇനി മറ്റൊന്ന്, ഖിബ്ലയുടെ ദിശ അറിയാത്തയാൾ ഗവേഷണം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഗവേഷണം ചെയ്യാതെ നിസ്കാരത്തിൽ പ്രവേശിച്ചു. വൈൻ ശറഅ ബിലാ തഹറിൻ, ഖിബ്ലയുടെ ദിശ ഒന്നും അറിയാതെ ഒരാൾ എന്തായി ഒരു ഭാഗത്തേക്ക് നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം മനസ്സിലായി, ഫഅലിമ ബഅദ ഫറാഖി, നിസ്കാരം കഴിഞ്ഞ ശേഷം മനസ്സിലായി, അന്നഹു അസ്വാബ, അയാൾ നിസ്കരിച്ചത് ശരിയായിരുന്നു, ഖിബ്ല ശരിയായിരുന്നു എന്ന് മനസ്സിലായാൽ സ്വഹത്ത്, നിസ്കാരം എന്താവും, സ്വഹിയാകുന്നതാണ്. അപ്പം ഇനി നിസ്കാരത്തിനിടയിലാണോ പയച്ചതെന്ന് ബോധ്യപ്പെട്ടാലോ, നിസ്കാരം കഴിഞ്ഞിട്ട് ബോധ്യപ്പെട്ട മസലയായി പറയുന്നത്. വൈൻ അലിമ ബി ഇസ്വാബത്തിഹി, ഖിബ്ല ശരിയായിരുന്നു എന്നവന് മനസ്സിലായത് ഫിഹ, നിസ്കരിക്കുമ്പോഴാണെങ്കിലോ, നിസ്കാരം കഴിഞ്ഞിട്ടല്ല, ബഅദൽ ഫറാഖല്ല, നിസ്കാരത്തിലാണെങ്കിൽ ഫസദത്ത്, നിസ്കാരം ഫാസിദാകും. പിന്നെ പുതിയ ഇജ്തിഹാദ് അനുസരിച്ച് എന്ത് ചെയ്യണം, അറിവനുസരിച്ചിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ആദ്യം മുതൽ നിസ്കരിക്കണം. കമാലൂലം യാലം ഇസാബത്തുഹു അസ്ലൻ, തീരെ ശരിയാണ് എന്നറിയാത്തവൻ്റെ നിസ്കാരം എങ്ങനെ ഫാസിദല്ലേ? നിസ്കാരത്തിൻ്റെ തുടക്കത്തിലും അറിഞ്ഞിട്ടില്ല, നിസ്കാരം കഴിഞ്ഞിട്ടും അറിഞ്ഞിട്ടില്ല,
അങ്ങനത്തെ നമസ്കാരം ഫാസിദല്ലേ? അല്ല, ഇത് ഗവേഷണം ചെയ്യാതെ നമസ്കരിച്ചു, പക്ഷെ അത് കിബിലയ്ക്ക് നേരെ മുന്നിട്ട് തന്നെയല്ലേ ആയത്, നമസ്കാരത്തിനിടയിൽ അറിഞ്ഞത്. അതെ അതെ ആണ്. അവൻ തുടങ്ങിയത് ശരിയായില്ല, അവൻ നിസ്കാരം മുറിഞ്ഞുപോയി, ബാത്തിലായിപ്പോയി. ഞാൻ ആദ്യം മുതൽ നിസ്കരിക്കാം. നിസ്കാരം കഴിഞ്ഞിട്ടാണ് അറിയുന്നതെങ്കിൽ കുഴപ്പമില്ല, നിസ്കാരം കഴിഞ്ഞല്ലോ. ഏതുപോലെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആണെങ്കിലും കറക്റ്റ് ആണെങ്കിലും, അതാണ് കറക്റ്റ് ആണെങ്കിലും എന്നാണ് അതിൻ്റെ അർത്ഥം. വൈനാലിമ ബിസ്വാബത്തി ഹി ഫിഹ, ഖിബല കറക്റ്റായിരുന്നു എന്ന് അറിഞ്ഞാൽ പോലും നിസ്കാരത്തിനിടയിലാണല്ലോ അവന് മനസ്സിലായത്. അപ്പോൾ തുടങ്ങിയത് തന്നെ നിസ്കാരം സ്വഹിയാകാത്ത രീതിയിലായതുകൊണ്ട് പിന്നെ ഇനി നമ്മൾ പരിഗണിക്കുന്നില്ല എന്നാണ്. ലൈഫായ അതായത് ഓൻ്റെ നിസ്കാരം വളരെ ദുർബലമായ അവസ്ഥയിലാണ് തുടങ്ങിയിട്ടുള്ളത്. കാരണം ഗവേഷണം നടത്തിയിട്ടില്ല സാധു, നിസ്കാരം ആരംഭിച്ചൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഓനെന്ത് ചെയ്യാണ്, ഓൻ്റെ കൃത്യമായ വിവരം ഓന് കിട്ടുകയാണ്. അപ്പോൾ പിന്നെ ആ ലൈഫായ നിസ്കാരത്തിൽ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ശക്തിയായ നിസ്കാരം നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, പവറുള്ള. അപ്പോൾ പിന്നെ നിസ്കാരം ആദ്യം മുതൽ തുടങ്ങുക, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞിട്ടാവണം, നിസ്കാരം കഴിഞ്ഞിട്ടാണോ, അപ്പോൾ പ്രശ്നമല്ല. ഏതുപോലെന്ന് ചോദിച്ചാൽ കമാലൗലം യാലം ഇസ്വാബത്തുഹു അസ്ലൻ, ഒരാൾ ഖിബലയുടെ ദിശ അറിയാതെ നിസ്കരിച്ചു, അത് ശരിയാണ് എന്ന് തീരെ അറിയാത്തവനെ പോലെ. ഏതുപോലെ നിസ്കാരം ഇജ്തിഹാദ് ചെയ്യാതെ ആരംഭിച്ചു, ഇടയ്ക്ക് വെച്ച് കറക്റ്റാണ് എന്ന് ബോധ്യപ്പെട്ടവൻ്റെ നിസ്കാരം സ്വഹിയല്ല. ഏതുപോലെ കമാലോലം യാലം ഇസ്വാബത്തുഹു അസ്ലൻ, കറക്റ്റായിരുന്നു എന്ന് തീരെ അറിയാത്തവൻ്റെ നിസ്കാരം പോലെ. തുടക്കത്തിലും അറിയില്ല, നിസ്കാരം കഴിഞ്ഞിട്ടും മനസ്സിലായില്ല കറക്റ്റായിരുന്നു എന്ന്, അവൻ്റെ നിസ്കാരം എന്തല്ല, സ്വഹിയല്ലല്ലോ എന്നതുപോലെ ഇടയ്ക്ക് വെച്ചിട്ട് ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടവൻ്റെ നിസ്കാരവും സ്വഹീഹല്ല. വിഷയം മനസ്സിലായില്ലേ, അർത്ഥം മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ തീരെ തന്നെ ശരിയാണ് എന്നറിയാത്തവൻ്റെ നിസ്കാരം ഏതുപോലെ, അതുപോലെ തന്നെ. അസ്ലൻ എന്ന് പറഞ്ഞാൽ പറ്റേ, റൗസൻ, അസ്ലൻ. നമ്മൾ പറഞ്ഞല്ലോ, ഇനി അറിയാതെ നിസ്കരിച്ചാലും നിസ്കാരത്തിൻ്റെ ലാസ്റ്റ്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ശരിയാണെന്ന് മനസ്സിലായാലും നിസ്കാരം സ്വഹിയാണെന്ന് പറഞ്ഞല്ലോ. ഇനി വലൗ തഹറ ഖൗമുൻ ജിഹാത്തിൻ വജഹിലു ഹാല ഇമാമിഹിം തജ്സീഹിം, ഇരട്ടത്ത് നിസ്കരിക്കുന്ന ജമാഅത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇമാമ് എവിടെയെന്ന് അവർക്ക് അറിയണില്ല, എല്ലാവരും ഇങ്ങനെ തുടർന്നു, ഇമാമ് ഇപ്പോൾ മുന്നിലോ സൈഡിലോ ഒന്നും അറിയുന്നില്ല, എല്ലാവരും നിസ്കാരവും സഹിയാകും എന്നാണ് നിയമം. വലൗ തഹറ ഖൗമുൻ ജിഹാത്തിൻ, ഒരു ഖൗമ് പല ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ, പല ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചു, തഹറ എന്നാണ് ലക്ഷ്യം വെച്ചു. ജഹിലു, അവർക്ക് അറിഞ്ഞില്ല, ഹാല ഇമാമി, ഇമാമിൻ്റെ അവസ്ഥ, അതായത് ഇമാമ എങ്ങോട്ടാണ് തിരിഞ്ഞെന്ന് അവർക്ക് അറിയുന്നില്ല. കേട്ട വാതുക്കൊക്കെ നിസ്കരിച്ചൊക്കെയാണ്, ഓരോരോ ഇങ്ങോട്ട് വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ. തജ്സീഹിം, അവർ നിസ്കാരം മതിയാകുന്നതാണ്, ശരിയാവുന്നതാണ്. ഫർളും വാജിബും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാം. ഖത്ഈയ ദലീൽ കൊണ്ടല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ശുബ്ഹ ഉള്ള ദലീലോട് കൂടി സ്ഥിരപ്പെട്ടതിനേക്കാണ് വാജിബ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു ശുബ്ഹ ഉണ്ടാവില്ലേ, നിർബന്ധം തന്നെയാണ്, ഒഴിവാക്കിയ കുറ്റമൊക്കെ കിട്ടും, പക്ഷെ ഒരു ശുബ്ഹ ഉണ്ടാകും. കാരണം ദലീലുകൾ പലതുണ്ട്, സമയായ ദലീലുകൾ, ഖത്ഈ സുബൂത്തുണ്ട്, സ്ഥിരപ്പെട്ടത്, ഖത്ഈയായിട്ട് സ്ഥിരപ്പെട്ടതുണ്ട്, മുതവാത്തിറായ ആയത്തുകളൊക്കെ അതിൽപ്പെട്ടതാണ്, മുഹക്കമായ ആയത്തുകളൊക്കെ. ലന്നിയായിട്ട് സുബൂത്ത് ഖത്ഈ ആണെങ്കിലും ദലാലത്ത് ലന്നിയായതുണ്ട്, പല വ്യാഖ്യാനങ്ങളുള്ള ആയത്തുണ്ടില്ലേ, ആയത്ത് എന്ന അടിസ്ഥാനത്തിൽ അത് ഖത്ഈയായിട്ട് സ്ഥിരപ്പെട്ടതാണ്, പക്ഷേ അതിൻ്റെ ദലാലത്ത് പലതും ഉണ്ട്. ഉദാഹരണത്തിന് ഖുർആനാണ് ഇദ്ധരിക്കേണ്ടത് എന്നുള്ളത്, എന്നുള്ള വാക്ക് സംഭവം സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഖുർആനിൽ, പക്ഷെ അതിൻ്റെ ദലാലത്ത് എന്താ, തുഹ്റ് എന്നാണോ ഹൈള് എന്നാണോ, അത് ഖത്ഈയല്ല.
ഇനി അതേമാതിരി തന്നെയാണ് സുബൂത്ത് ലന്നിയാണ് ദലാലത്ത് ഖത്ഇയായിട്ടുള്ളതുണ്ട്. ഉദാഹരണം ഖബർ വാഹിദ്, മുതവാത്തിറല്ലാത്ത ഖബർ വാഹിദ്. ഈ ഖബർ വാഹിദ് എന്ന് പറയുന്നത് ഒരാൾ റിപ്പോർട്ട് ചെയ്തതൊക്കെ ലന്നിയാണ്, പക്ഷേ അതിൻ്റെ മാന ഖത്ഇയായിരിക്കും, വേറൊരു മാനാക്ക് സാധ്യത ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഖത്ഇയായിട്ട് ദലാലത്ത് കിട്ടുന്ന സാധനം സുബൂത്തും ഖത്ഇയാണ്, ദലാലത്തും ഖത്ഇയാണ്. അങ്ങനെയുള്ള സാധനമാണ് ഹറാമും ഫർളും ഒക്കെ ആവുക. മറ്റതൊക്കെ ഏതാണ്? ബുജൂബ്, കറാഹത്ത് എന്ന രീതിയിലാവുക. നാലാമത്തെ ഒരു സാധനമുണ്ട്. നമ്മൾ നാലാമത് പറഞ്ഞാൽ എന്താ? സുബൂത്ത് തന്നെയാണ്, സുബൂത്തും തന്നെയാണ്, ദലാലത്തും തന്നെയാണ്. അങ്ങനത്തെ ഒരു സാധനമാണ് നാലാമത്തത്. സുബൂത്തും തന്നെയാണ്, ദലാലത്തും നമുക്ക് ഉറപ്പില്ല. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സുന്നത്ത്, മുസ്തഹബ്, തൻസീഹിൻ്റെ കറാഹത്ത് എന്നൊക്കെ പറയുന്നത്. ഏതാണ്? നമ്മൾ വാജിബിനെ കുറിച്ചാണ് പറയുന്നത്. വാജിബ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുക. എന്താണ് ആ രണ്ട് കാര്യം എന്താണ്? സുബൂത്ത് ഖത്ഇയാണ്, ദലാലത്ത് തന്നെയാണ്. സുബൂത്ത് തന്നെയാണ്, ദലാലത്ത് ഖത്ഇയാണ്. ഇതുകൊണ്ടൊക്കെ കൽപ്പിക്കുന്നതാണെങ്കിൽ വാജിബാണെന്ന് കിട്ടും, വിരോധിക്കുന്നതാണെങ്കിൽ ഹറാമാണെന്ന് കിട്ടും. രണ്ടും ഖത്ഇയാണെങ്കിൽ, ദലാലത്തും സുബൂത്തും ഖത്ഇയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഫർളാണെന്ന് കിട്ടും, ഹറാമാണെന്ന് കിട്ടും. മറ്റേ തഹരീമിൻ്റെ കറാഹത്ത് എന്ന് മറ്റേന് പറയാം. വാജിബിൻ്റെ ഓപ്പോസിറ്റുള്ള കറാഹത്തിന് തഹരീമിന് കറാഹത്ത് തഹരീം എന്നാണ് പറയാം. ഫർളിൻ്റെ ഓപ്പോസിറ്റുള്ള എന്ത് പറയാം? ഹറാമെന്നും പറയാം. അങ്ങനെ കുറേ വിശദീകരണങ്ങളുണ്ട്. ഏതായാലും നമുക്കറിയാം, മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാജിബുകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഒന്നും കൂടി വിശദീകരിച്ചതിന് ശേഷം നമുക്ക് അത് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമ തരട്ടെ. നമ്മൾ പറയുന്ന പിഴവുകൾ വല്ലതും ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. മഹാന്മാരായ അബൂ ഹനീഫയെ പോലെയുള്ള അയിമത്തിൻ്റെ കൂടെ, ഷാഫി ഇമാമിനെ പോലെയുള്ള അയിമത്തിൻ്റെ കൂടെ അള്ളാഹു നമ്മളൊക്കെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.